ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 70% വ്യാപാരത്തിന്റെ 90% നടക്കുന്നത് ഒരേ ഒരു വഴിയിലൂടെയാണ്. ആ വഴി നമ്മുടെ 7500 കിലോമീറ്റർ നീളമുള്ള കടൽ അതിർത്തിയാണ്. ഇന്ന് നമുക്ക് ഈ വിശാലമായ സമുദ്ര അതിർത്തി എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ കടൽ അതിർത്തി വെറുമൊരു ഭൂപടത്തിലെ വരയല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. 12 പ്രധാന തുറമുഖങ്ങളും 200-ലധികം ചെറുകിട തുറമുഖങ്ങളും ഇതിലുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വ്യാപാരത്തിന്റെ സിംഹഭാഗവും നടക്കുന്നത്. എന്നാൽ ഇത്രയും വിശാലമായ കടൽ അതിർത്തി നമുക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. 2008-ലെ മുംബൈ ആക്രമണം നമ്മെ പഠിപ്പിച്ചത് കടൽ വഴിയുള്ള ഭീകരാക്രമണത്തിന്റെ സാധ്യതയാണ്. ഈ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യൻ നേവി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. INS വിക്രാന്തും INS വിക്രമാദിത്യയും എന്ന 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ ശക്തി പ്രകടമാക്കുന്നു. ഈ കപ്പലുകളിൽ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾക്ക് ഇടമൊരുക്കാൻ കഴിയും. കൊൽക്കത്ത ക്ലാസ്, ശിവാലിക് ക്ലാസ് ഡിസ്ട്രോയറുകൾ ആധുനിക മിസൈലുകളും റഡാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കടലിനെ നിരീക്ഷിക്കുന്നു. INS അരിഹന്ത് പോലുള്ള ആണവ അന്തർവാഹിനികൾ നമ്മുടെ ജലാന്തർഗ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നു. നിരീക്ഷണത്തിനായി തീരദേശത്തുടനീളം വ്യാപിച്ചുകിടക്കുന്ന റഡാർ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കടലിലെ എല്ലാ ചലനങ്ങളും തത്സമയം നിരീക്ഷിക്കുന്നു. P-8I നെപ്റ്റ്യൂൺ എന്ന അത്യാധുനിക വിമാനങ്ങൾ സെൻസറുകൾ ഉപയോഗിച്ച് അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തുന്നു. ഡ്രോണുകളും ഉപഗ്രഹങ്ങളും 24 മണിക്കൂറും നിരീക്ഷണം തുടരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തീരദേശ സുരക്ഷയും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നു. മറൈൻ പോലീസ് ചെറുകിട വള്ളങ്ങളുടെയും തീരദേശ ഗ്രാമങ്ങളുടെയും നിരീക്ഷണം നിർവഹിക്കുന്നു. ഗുരുഗ്രാമിലെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് സെന്റർ എല്ലാ സമുദ്ര വിവരങ്ങളും സംയോജിപ്പിക്കുന്നു. എക്സർസൈസ് സീ വിജിൽ എന്ന ദേശീയതല തീരദേശ പ്രതിരോധ അഭ്യാസവും മിലൻ നാവിക അഭ്യാസവും നിരന്തരം നടത്തപ്പെടുന്നു. ഏദൻ ഉൾക്കടലിൽ കടൽക്കൊള്ള തടയാൻ നിരന്തര പട്രോളിംഗ് നടക്കുന്നു. സ്വദേശി സാങ്കേതിക വിദ്യയിലും നമ്മൾ മുന്നേറുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ബ്രാമോസ്, അത്യാധുനിക ടോർപിഡോകൾ, സോണാറുകൾ, സ്വദേശ നിർമ്മിത യുദ്ധക്കപ്പലുകൾ എന്നിവ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിലും നേവി മുന്നിട്ടിറങ്ങുന്നു. ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങിയ സന്ദർഭങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു. യുദ്ധമേഖലകളിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിലും നേവി നിർണായക പങ്ക് വഹിക്കുന്നു. എന്നാൽ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. ആധുനികവൽക്കരണത്തിന് വലിയ നിക്ഷേപം ആവശ്യമാണ്. എതിരാളികളുടെ സാങ്കേതിക പുരോഗതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾ സൃഷ്ടിക്കുന്നു. ഇതിനെ നേരിടാൻ സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര പങ്കാളിത്തം വിപുലീകരിക്കുകയും ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ സൈനികരെ നിരന്തരം പരിശീലിപ്പിക്കുന്നുമുണ്ട്. 7500 കിലോമീറ്റർ കടൽ അതിർത്തി സംരക്ഷിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച മനുഷ്യവിഭവശേഷിയും അന്താരാഷ്ട്ര സഹകരണവും ഉപയോഗിച്ച് നമ്മുടെ നേവി ഈ വെല്ലുവിളി ഭംഗിയായി നേരിടുന്നു. മറ്റുള്ള പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യക്കു നേരിടേണ്ടി വരുന്ന കടൽ അതിർത്തി ഭീഷണികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന നേവിയെക്കുറിച്ചും മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ഐക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.